സിനിമയിൽ വേണ്ടത് വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും വെറുപ്പിക്കാതിരിക്കുക. നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അതാ. മുമ്പ് പറഞ്ഞിട്ടില്ല. ഏത് ഒരു മിനിറ്റ് നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക് എനിക്ക് മനസ്സിലാവാത്തത്? നിങ്ങൾ പ്രേക്ഷകർ നീ മാനിക്കണം വെച്ചാൽ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തൂടെ? അല്ല, അതിനകത്ത് പൊട്ടൊന്നുമല്ല പറയുന്നത്. പറയുന്നത് എന്താ? ഈ പടക്കം പൊട്ടില്ല, ഇത് പൊട്ടിയാലും അത് ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരം ഉടങ്ങണം, അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത്. എല്ലാവർക്കും ആ സിനിമ ആരുടെയെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം, അപ്പോൾ ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം. അല്ലെങ്കിൽ അല്ലാതെ ദൈവം ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞാൽ ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരിക? അല്ല, ഞാൻ സിനിമേനെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം നീ എനിക്ക് പഠിപ്പിച്ചു തരണോ? അല്ലല്ല, സിനിമേനെ കുറിച്ച് നീ എൻ്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമേനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാരിരിക്കെ പ്രസ് മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലിയെ സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോ, എന്താ എന്നാ നിർത്ത്, ഇപ്പോൾ ഒരു സെക്കൻഡ് നിർത്ത്. നീ ഇപ്പോൾ ഒരു വാഗ്വാദത്തിന് വന്നതല്ലോ, അല്ലല്ലോ. അപ്പം നീ പറഞ്ഞേക്ക്, ഇവൻ ആവശ്യമില്ലാത്ത ചൊറിയ നീ ചെയ്ത പോലെ തന്നെ അവനും ഇതായിട്ട് ചോദിക്കുന്ന എന്റെ ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താവണം എന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ. മോനെ ഒരു സെക്കൻഡ്, അതായത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്, സിനിമ പൊളിയുന്നു. ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം നീ എന്തിനാണ് എന്റെ ഞാൻ ഇല്ല പോട്ടെ മോനെ, സമരത്തിലേക്ക് പോകണമെന്ന് ഞങ്ങളല്ല. അല്ലല്ല, നീ ഇപ്പോ അല്ലല്ല, അവനത് പറഞ്ഞിട്ട് നീ അത് പറഞ്ഞിട്ട് പോയാ മതി. അല്ലല്ല, ഏതാ അല്ലടാ, അവൻ ചോദിക്കട്ടെ എന്താ നിന്റെ പ്രശ്നം? അല്ല പിന്നെ എടാ, ഇത് ഒരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്രയും ആൾക്കാർ, നീ ഇപ്പൊ ആലോചിച്ച് നോക്ക്. ഞാൻ സീരിയസ് ആയിട്ട്, അത് വളരെ പേഴ്സണലാണ് നീ ചോദിച്ച കാര്യം. ഞാൻ ചോദിച്ച അത് നിനക്ക് എൻ്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത്, ഇത്രയും ആൾക്കാരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റ് സഹോദരൻ. അപ്പൊ ഞാൻ പറയല്ലേ, നീ അത് കേക്ക്. നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ? അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടെ. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം, ഞാൻ എങ്ങനെ സിനിമനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ചെയ്ത് പറഞ്ഞു തരുന്നത്. നിന്നെ ഒരിക്കലും നീ ഒരു മിനിറ്റ് എടാ എന്താണ് മോനെ പേരെന്തുവാ? എടാ എന്താടാ നീ പറഞ്ഞപ്പോ ഞങ്ങള് കേട്ടില്ലേ? മോന്റെ പേരെന്തുവാ? വേണ്ട അല്ല, ഏത് ചാനലാ? അതും വേണ്ടല്ലേ. പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടി. ഇപ്പം ഞാന് 40 വർഷമായി ഓക്കെ, അത് അഡ്വർടൈസ്മെന്റ് ആയല്ലോ. ഇപ്പം ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, മോൻ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നതെന്ന്. അല്ല, ഈ യൂട്യൂബില് താഴെ ഇടുന്ന കമന്റ് വായിച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം വെളുപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് അതിന് പറയാൻ? എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന്? നീ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാർ കാണാൻ പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ച്? അപ്പൊ മിണ്ടരുത്. ആവശ്യമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നതെന്ന് അറിയാമോ? അൺപ്ലസന്റ് ആയിട്ടുള്ള, ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ഇനി ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. എടാ നീ കേട്ടോ. അല്ലല്ല, അവനൊരു കാര്യം പറഞ്ഞോട്ടെ.
ധ്യാൻ ബ്രോ ഇത് ഒരു കാര്യം നീ കേട്ടോ, എടാ ഒരു കാര്യം നീ കേട്ടോ. അല്ല അവനൊരു ഒരു കാര്യം പറ, എടാ മോനെ, എടാ നീ അത് വിട്, അവനെ നിങ്ങൾ കോർണറിയല്ലേ. കുഴപ്പമില്ല. എടാ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഉണ്ടാവില്ല. മനസ്സിലായോ? സിനിമയിൽ വേണ്ടത് വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും വെറുപ്പിക്കാതിരിക്കുക. നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ. നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു. ഇത്രയും ആൾക്കാർ, നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇത്ര തവണ ഞാൻ പറയുന്ന സമയം നീ മോനെ കുഴപ്പമില്ല. ഇതിനെയും അതിൻ്റെതായ രസത്തിൽ തന്നെ എടുത്താൽ മതി മോനെ, കുഴപ്പമില്ല. ചോദിച്ചോ. മതി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്? ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഒരു സിനിമാക്കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞിട്ട് എത്ര നായക വേഷം രമേഷ് പിഷാരടി ചേട്ടന് കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു, എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടി ചേട്ടന്? സൈഡ് റോളിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. എടാ നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി, എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? ചേട്ടാ അതിന് വേറെ ടോക്കാണ് പോണത്. പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഇത്രയും നീ പറഞ്ഞില്ല, അതും കൂടെ പറ. ഒരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു, പറയാൻ പറ്റില്ല. അല്ല പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാ. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട്. ഞാനല്ലല്ലോ വെളുപ്പിക്കുന്നത്. എനിക്ക് അക്കൗണ്ടിലാണ്. എടാ ഇതൊന്നും അതുകൊണ്ട് എനിക്കെന്താടാ ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതാ നഷ്ടമായിട്ടുള്ളേ? എല്ലാരും വെളുപ്പിച്ചില്ലേ? പൈസ എല്ലാം വന്നില്ലേ? പിന്നെന്താ പ്രശ്നം? പ്രേക്ഷകർ നിരാശയിലാണ്, അത്രേ പറയുന്നു. ഇല്ലടാ, ഞങ്ങൾ അങ്ങനെ ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. അവരാരും വന്നില്ല വിളിച്ചിട്ട്. ഇവിടെയും കുറവാണല്ലോ. വലിയ പ്രാധാന്യമുണ്ട്. സ്ത്രീ കഥയുടെ ടേണിംഗ് പോയിന്റിൽ വലിയ ഘടകമാണ്. അല്ല ഇവിടെ ഇല്ലാന്ന്, ഇവിടെ കാണാറില്ലെന്ന് വെച്ചപ്പോൾ ഇവിടെ ആരും വരാൻ, പലരും തൻവീടെ ചേട്ടനിന്റെ കല്യാണമാണ്, സുരഭി സീരിയലിന്റെ ഷൂട്ടിലാണ്. അപ്പൊ അങ്ങനെ വീണ എന്തിന്റെയോ തിരക്കിലാന്ന് പറഞ്ഞ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ വലിയ വിമോചകനായതുകൊണ്ടൊന്നുമല്ല, അവനൊക്കെ നോക്കിയിട്ട് അവന് ഒരു തൃപ്തി വരുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ അവനൊരു സ്ത്രീ വിമോചകനായിട്ട് ഇവിടെ സ്ത്രീ അതൊന്നും അല്ല. അവൻ നോക്കിയപ്പോ അവനൊരു സുഖമില്ല. അതാണ് അവൻ ചോദിച്ചത്. എനിക്ക് അവനെ അറിയാം നന്നായിട്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കും അറിയാം. അല്ലാതെ ഈ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ ചോദിച്ചാൽ അത്രയില്ല. അവനൊരു ധ്യാൻ ചേട്ടാ ഇവിടെ സ്ത്രീ വന്നു, പ്രാതിനിധ്യമുണ്ട്. ഐശ്വര്യ അല്ലല്ല സിമി ഇവിടെ. നീ കാണുന്നുണ്ടല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെയാണ്, നീ അവിടെ നോക്കിയിട്ട് നീ വന്നെന്ന് പറഞ്ഞു. ഞാൻ ഐശ്വര്യ ആള് വിളിക്കുന്നത്. ധ്യാൻ ചേട്ടാ ഇപ്പം ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളുടെ കാലഘട്ടമാണ്. അപ്പം അതിന്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം ധ്യാൻ ചേട്ടന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട് അത്തരം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്. അപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞ? എനിക്ക് ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞു സിമി എനിക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന്? ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു പോയി ചേട്ടാ. ഇല്ല. ചേട്ടാ അതിന് മറുപടി